അതെ, എന്ത് ബ്യൂട്ടിഫുള്ളാ! നമുക്കിതൊന്ന് ചെയ്താലോ? ഇതൊരു അലിഗേറ്റർ ക്ലിപ്പാണേ. ഞാൻ കുറച്ച് മുല്ലമൊട്ട് എടുത്തിട്ടുണ്ട്. അപ്പം മുല്ലമൊട്ട് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. മുല്ലമൊട്ടിൻ്റെ തണ്ട് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയാം. നല്ല നീളം ഉണ്ടാകുമല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യത്തിനുള്ള മതി. പിന്നെ എടുക്കുമ്പോൾ എല്ലാം ഒരേ സൈസിലും, കാരണം നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇത് പല സൈസിലാണ് കിട്ടാറ്, വലുതും ചെറുതും അല്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാം ഒരേ സൈസിലുള്ളത് നോക്കി ഒന്ന് തിരഞ്ഞെടുക്കുക. എന്നിട്ട് അതിൻ്റെ തണ്ടില്ലേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കുറച്ചൊന്ന് എടുക്കുക. നമ്മുടെ ആവശ്യത്തിനുള്ളത് മതി. ശരിക്കും പറഞ്ഞാൽ ഒരു 50 രൂപയ്ക്ക് മേടിക്കുമ്പോൾ തന്നെ, ഒരു കവർ മേടിക്കുമ്പോൾ തന്നെ ഒത്തിരി ഉണ്ടാവും. നമുക്ക് ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഇത് നമുക്ക് ചെയ്തു എടുക്കാൻ പറ്റും കേട്ടോ മുല്ലമൊട്ട്. ഇത്രയും നമ്മളൊന്ന് എടുക്കുക. പിന്നെ ഇതിനാവശ്യമായത് 4mm വയർ എടുത്തു. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാനൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്തെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗോൾഡൻ ബീഡ്സ്, ഒരു മെറ്റാലിക് ഗോൾഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു വയർ എടുക്കുക, സെൻറ്ററിലേക്ക് ഒരു ബീഡ് ഇട്ട് കൊടുക്കുക. അതിനൊന്ന് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്യുക, സെൻറ്ററിൽ വെച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. അതിനൊന്നിങ്ങനെ ചുറ്റി 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 നമുക്ക് എത്ര നീളം വേണോ അത്രയും ഒരു ലെങ്തിൽ ഒന്ന് ചുറ്റി ചുറ്റി എടുക്കുക. അതിനുശേഷം 2 സൈഡിലേക്ക് ഓരോ ബീഡിട്ട് ചുറ്റിയെടുക്കണം. അത്രയേ ഉള്ളൂ. ഇതൊക്കെ വെക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കും. നമ്മൾ എല്ലാ പ്രാവശ്യവും ഈ മുല്ലമൊട്ടിൻ്റെ ഹെയർ ക്ലിപ്പ്, ഹെയർ ബോയൊക്കെ എപ്പോഴും കാണുന്നതാണ്. ഇച്ചിരി വെറൈറ്റി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ 2 സൈഡിലേക്ക് ഒരു സൈഡിലേക്ക് ഒരു ബീഡിട്ട് കൊടുത്തു. ആ ബീഡിട്ട് ഇതിന് പകരം വൈറ്റ് ഉണ്ടെങ്കിൽ വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഗോൾഡ് വേണമെങ്കിൽ ഗോൾഡ് കൊടുക്കാം. അല്ലെങ്കിൽ വൈറ്റിന് നിങ്ങളുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള ഗ്രീൻ കൊടുക്കാം, റെഡ് കൊടുക്കാം. നമ്മളുടെ അത് റെഡും ഗോൾഡും കൂടെയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. പല കളറിൽ നമുക്ക് കൊടുക്കാം. പിന്നെ ഇതിപ്പോൾ ഞാൻ വെറും 3 ബീഡ്സേ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കൊടുത്തും ചെയ്യാം കേട്ടോ. അതെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ എന്നിട്ട് അതിന് സെൻറ്ററിലേക്ക് 2 ഇട്ടിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. വളരെ എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ അറ്റാച്ച്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടത് ഒരു സെറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ബാലൻസ് കട്ട് ചെയ്തങ്ങ് മാറ്റുക. കണ്ടോ, ഇതുപോലെ 2 എണ്ണം. ഇനി അടുത്ത് ഞാൻ കുറച്ച് പോളൻ പോലെ ചെയ്യുന്നുണ്ട്. അതും നമ്മുടെ ബീഡിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ബീഡിട്ട് ആ വയറിൻ്റെ സെൻറ്ററിലേക്ക് ഒറ്റ ബീഡ് എടുക്കുന്നു, അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. കുറച്ചൊരു ലെങ്ത് വേണം, അതുകൊണ്ട് തീരെ ഷോർട്ട് ആകല്ല. അതുകൊണ്ട് ഇത്ര ഒരു ലെങ്തിൽ ഇത് ചെയ്യുക, ഒരു മുല്ലമൊട്ടിൻ്റെ ലെങ്തിൽ. അപ്പോൾ അതുപോലൊരു 4-5 എണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു പോളൻസ് പോലെ ചെയ്തതുമാണ് ഞാൻ എക്സ്ട്രാ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളുടെ പോളൻസ് ഇല്ലേ, അതെടുത്തിട്ടുണ്ട്. അതിനെ ഇതുപോലെ കയ്യിലൊന്നും അതിനെ പൊളിച്ചെടുത്തിട്ട് അതും എല്ലാം ആവശ്യമില്ല കേട്ടോ. ഇത് അതിൻ്റെ ആ ഒരു ലെങ്ത് ഇല്ലേ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷോർട്ടാക്കി കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്തിനുള്ളതാണ് ഇനിയിപ്പോൾ നമ്മൾ നമുക്ക് എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. മുല്ലമൊട്ട് റെഡി ആയിട്ടുണ്ട്, പോളൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു ഫെൽറ്റ് ഷീറ്റ് എടുക്കുക, റൗണ്ട് ഷേപ്പിലുള്ളത്. ജസ്റ്റ് അതിനൊന്ന് എന്താ പറയുക, അതിനെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഞാനൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് അതിനൊന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഒരു സ്ക്വയർ എടുത്തിട്ടാണ് ഇതുപോലെ ഷേപ്പായിട്ട് കട്ട് ചെയ്തത്. നമുക്ക് എത്രത്തോളം ഒരു വീതി വേണം, റൗണ്ട് വേണം, ആ റൗണ്ടിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. കണ്ടോ? ഇനി അതിലേക്ക് നമ്മുടെ ഗ്ലൂഗൺ വേണമെങ്കിൽ ഗ്ലൂഗൺ ഇല്ല എങ്കിൽ നമുക്ക് B7000 ഗ്ലൂ മതി. അത് നന്നായി പേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തു. ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മളൊന്ന് ഇത് ചെയ്യുക. പിന്നെ നല്ല മെൽറ്റായിട്ടില്ല എങ്കിൽ ഫുൾ നമ്മൾ ഗ്ലൂ പേസ്റ്റ് ചെയ്യരുത്, കാരണം അത് ഇരിക്കില്ല, ഇളകി വരും. എന്നിട്ട് വേണ്ട പോളൻസ് പോലെ ചെയ്തത് 2 സൈഡിലും ഓരോന്ന് കൊടുത്തു. ഇത് നമുക്ക് 4 സൈഡിൽ വേണമെങ്കിലും കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നീളം കൂട്ടി വേണമെങ്കിൽ ചെയ്യാം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുല്ലമൊട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഫെൽറ്റ് ഷീറ്റിൻ്റെ റൗണ്ട് ഷേപ്പ് അതാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഒത്തിരി വലിപ്പം കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള വലിപ്പം കൂടും. നമുക്ക് അതിൻ്റെ തട്ടും കൂട്ടി ചെയ്യാം. കണ്ടോ? ഇതുപോലെ ഒരു റൗണ്ട് എടുത്ത് അതിലേക്ക് നമുക്ക് എന്താ പറയുക, ഇതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ കറക്റ്റ് എന്താ പറയുക, നല്ല ടൈറ്റ് ചെയ്ത് നല്ല ടൈറ്റാക്കി തന്നെ അത് വെക്കണം. എന്നാൽ മാത്രമേ അത് കാണാനൊരു ഭംഗിയുണ്ടല്ലോ. കറക്റ്റ് ഞാൻ 8 ആണ് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് സെൻറ്ററിലേക്ക് ഒരു 4. അത് കഴിഞ്ഞിട്ട് സെൻറ്ററിൽ ഗ്ലൂ ഇട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നല്ല അധികം ഗ്യാപ്പ് ഇല്ലാതെ നല്ല രീതിയിൽ ഫിക്സ് ആയിരിക്കും. ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത്, കാരണം നല്ല മെൽറ്റായിരിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പ്രസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് സെൻറ്ററിലേക്ക് കുറച്ച് ഗ്ലൂ കൊടുത്തിട്ട് നമ്മൾ പോളൻസ് അതിനെ ഇളക്കി എടുത്തില്ലേ, അതിലൊന്ന് ഒരു 4 എണ്ണം. അതിൽ പല എന്താ പറയുക, ഒരു
ഡിഫറെൻറ്റ് ഷേപ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരു 4 ഒരുപോലുള്ളത് കൊടുക്കുക, അല്ലെങ്കിൽ 2 മാച്ചിങ് ഒരുപോലത്തെ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ളത് വേണമെങ്കിൽ കൊടുക്കാം. ദേ ശരിക്കും ഇത്രയും മതി. ഇത്രയും വെക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഈ 4 വെച്ചില്ലേ, സെൻറ്ററിൽ വെച്ച 4 മുല്ലമൊട്ടിൻ്റെ സൈഡിൽ ഓരോ സൈഡിലേക്കും നമ്മൾ നേരത്തെ ചെയ്ത ആ ഗോൾഡൻ ബീഡ്സ്, അത് ബീഡ്സ് അവിടെ ഫിക്സ് ചെയ്താലും മതി. ഞാൻ അവിടെ പോളം പോലെ ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എളുപ്പത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് ബീഡ്സ് മാത്രം കൊടുത്താൽ മതി, ഗോൾഡൻ ബീഡ്സ് കൊടുത്താൽ മതി. ഇതിങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ എടുത്ത് ഇങ്ങനെ മേലേക്ക് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ആ ഒരു ഗ്യാപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് ഞാൻ സാധാ ഗ്ലൂ ആണ് അവിടെ കൊടുത്തിട്ടാണ് ഫിക്സ് ചെയ്തത് ഇതുപോലെ. അപ്പോൾ അതിങ്ങനെ കുറച്ചിങ്ങനെ നിൽക്കും അവിടെ സ്റ്റിഫായിട്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കവിടെ വൈറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഡ്രസ്സിൻ്റെ മാച്ചിങ് കളറിലുള്ളത് ഗോൾഡും അതും കൂടെ ചേർത്ത് ആ കളറും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതും നല്ല ഭംഗിയായിരിക്കും. ഇതുകൂടെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ആ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. മുല്ലമൊട്ട് ഹെയർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി വേണ്ടത് അടുത്ത് നമുക്കറിയാം, ഒരു ക്ലിപ്പ്. അല്ലെങ്കിൽ ഇത് ഹെയർ ബാൻഡ് ആണെങ്കിൽ ഹെയർ ബാൻഡ് അറ്റാച്ച് ചെയ്യാം, ഹെയർ ക്ലിപ്പ് ആണെങ്കിൽ ഹെയർ ക്ലിപ്പ് കൊടുക്കാം. ഞാൻ ഇവിടെ അലിഗേറ്റർ ക്ലിപ്പ് പുറകിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഫിക്സ് ചെയ്ത് കൊടുത്ത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഇതൊക്കെ വളരെ യുണീക്കായിട്ട് നമുക്ക് ഓരോ പീസുകളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓണത്തിന് നിങ്ങളും ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. കാരണം ഇത് ഭയങ്കര രസമാണ് ഇതൊക്കെ കാണാനൊക്കെ. ഒരു ദിവസം ആയാലും, കാരണം ഇത് നമുക്ക് ഇതിന് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പിന്നും യൂസ് ചെയ്യാം. ഇതിനൊരു ഹാങ്ങിങ് ഒക്കെ കൊടുത്ത് ചെയ്യാം. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.